ഹായ്, വെൽക്കം ടു ലിവിങ്സ് ഫുഡ് റെസിപ്പി ആൻഡ് ടെക്. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി ചിക്കൻ മക്രോണിയാണ്. അതിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്ന മക്രോണിയാണിത്. ഒരു 10 മിനിറ്റ് ഉപ്പിട്ട് ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച്, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണിയാണിത്. ഇനി നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ്: സവാള വേണം, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം, ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ്, ഏത് ടൈപ്പ് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 തക്കാളി അരച്ചെടുത്തതാണ്. ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. മല്ലിയില, പിന്നെ സോയാ സോസ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഇവിടെ ഉപയോഗിക്കുന്നത് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് വേണ്ടവർക്ക് ഉപയോഗിക്കാം, വേണ്ടാത്തവർക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ചിക്കൻ മക്രോണി, സ്പൈസി ചിക്കൻ മക്രോണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ലേശം സൺഫ്ലവർ ഓയിൽ, ഏത് തരത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് തരത്തിലുള്ള ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും, ഇഞ്ചി ഓപ്ഷണലാണ്, ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. ഞാൻ ലേശം ഇഞ്ചി യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കൂടി വഴറ്റുക. ഇത് ഒരുപാട് വഴലുകയൊന്നും വേണ്ട, ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇപ്പം ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. സവാള ലേശം ഉപ്പിട്ട് നമുക്ക് വഴറ്റാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ലേശം ഉപ്പ് ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. നിങ്ങൾ വിചാരിക്കും ഇതെന്താ 2 ടൈപ്പെന്ന്. ഞാൻ വൈറ്റ് സവാളയും ചെറിയൊരെണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ മറ്റേ പിങ്ക് കളർ സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതാണ് 2 സവാള എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ എനിക്കിത് നല്ല റിസൾട്ടാണ്. നല്ല ടേസ്റ്റി, നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ മക്രോണിയാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിൽ ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കണ്ട. അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് ഉള്ളി ബ്രൗൺ ഷെയ്ഡായിട്ടാണ്, ജസ്റ്റ് ആ ഒരു മാറി വരുന്നത് വരെ മതി. അത്യാവശ്യം നമ്മുടെ ഉള്ളി വഴന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി വെജിറ്റബിൾസ് ഓരോന്നായി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് ക്യാരറ്റാണ്. ഇതൊക്കെ പിന്നെ വാടിയാൽ മതി. ക്യാപ്സിക്കം ഞാൻ റെഡ് കളർ ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിത്തണ്ടും എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഞാനിതിൻ്റെ കൂടെ ലേശം മല്ലിയില ഇടുന്നുണ്ട്. ഓപ്ഷണലാണ്. എനിക്ക് മല്ലിയില ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ മല്ലിയില യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ എരിക്ക് ഉപയോഗിക്കുന്നത്, ഞാൻ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒന്ന് പച്ചപ്പ് മാറുന്നിടം വരെ ഒന്ന് വഴറ്റുക. ഞാനിനി ഇതിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ഞാൻ വേവിച്ച് വെച്ചിരുന്ന ചിക്കനാണ്.
മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ പിന്നെ ഓൾറെഡി വെന്തമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ വെജിറ്റബിൾസുമായിട്ടൊന്ന് ആഡാക്കിയാൽ മതി. ഞാനിതിൻ്റെ കൂടെ ചിക്കൻ സ്റ്റോക്ക് കൂടെ രണ്ട് പീസ് ഇട്ട് കൊടുത്തേക്കുന്നു. അത് ഓപ്ഷണലാണ്, ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചാൽ മതി, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഉപയോഗിക്കേണ്ട. ഇനി ഞാൻ ലേശം സോയാ സോസ് ഒഴിക്കുകയാണ്. ഒരു ടീസ്പൂൺ. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണ്. അതിനുശേഷം ഞാൻ കുരുമുളക് പൊടി, ഞാൻ എനിക്ക് കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ വഴറ്റുക. അതിൻ്റെ പച്ചമണം, കുരുമുളകിൻ്റെ പച്ചമണം. ഞാനിനി ഇതിൽ ഒരു 3 ടൊമാറ്റോ ഞാൻ അരച്ച് ചേർക്കുകയാണ്. അല്ലാതെ ചേർക്കേണ്ടവർക്ക്, ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. എനിക്ക് ഇഷ്ടം ഇങ്ങനെ ചേർക്കുന്നതാണ്. അതും ഒന്ന് ജസ്റ്റ് തക്കാളിയുടെ പച്ചക്കുത്ത് മാറുന്നിടം വരെ ഒന്ന് ജസ്റ്റ് വഴറ്റുക. ഇതിപ്പോൾ അത്യാവശ്യം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയൊന്ന് ഇതായിട്ടുണ്ട്. ഞാൻ മക്രോണി ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക്. ഇത് പിന്നെ ഉപ്പിട്ട് വേവിച്ച് വെച്ച മക്രോണിയാണ്. ആദ്യമേ നമ്മൾ ഉള്ളി വഴലാൻ വേണ്ടി ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണം പിന്നെ ചേർക്കാൻ. കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇത് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ആവിയിലൊന്ന് ഇതായി വരും. ഇതിലേക്ക് ലേശം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഓരോരുത്തർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് അത് ഇഷ്ടമില്ല. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എരിയുടെ അളവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടാം, പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറച്ച് കുരുമുളക് കൂട്ടി ഉപയോഗിക്കാം. എങ്ങനെ വേണേലും നിങ്ങളുടെ ഇഷ്ടം. ഇത് അത്യാവശ്യം നല്ല, ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം എരിയുണ്ട്. കഴിഞ്ഞ വട്ടം ഞാൻ ഉണ്ടാക്കിയപ്പോൾ എരി കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഇപ്രാവശ്യം അത് ചെയ്ത് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നല്ല സ്പൈസി ചിക്കൻ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാണ്. ഇതിൽ മല്ലിയിലയും ഉള്ളിക്കണ്ടും മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിൽ വെട്ടി. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുക. താങ്ക് യു.